നമസ്കാരം. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായി മാറിയ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത തേജസ് ലഘു യുദ്ധവിമാനം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. എന്നാൽ ഇത്തവണ ഇതൊരു സന്തോഷ വാർത്തയല്ല. ലാൻഡിങ്ങിനിടെയുണ്ടായ ഗുരുതരമായ ഒരപകടത്തിൽ ഒരു തേജസ് യുദ്ധവിമാനം കൂടി നമുക്ക് നഷ്ടമായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വിമാനത്തിന് സംഭവിച്ച കേടുപാടുകൾ അത്രമേൽ വലുതായതുകൊണ്ട് തന്നെ ഇത് ഇനി ഉപയോഗിക്കാൻ കഴിയില്ലെന്നും റൈറ്റ് ഓഫ് ചെയ്യപ്പെട്ടതായും എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് പരിശോധിക്കാം. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഒരു പതിവ് പരിശീലന പറക്കലിന് ശേഷം റൺവേയിൽ തൊട്ടടുത്ത നിമിഷമാണ് അപകടമുണ്ടായത്. ലാൻഡിംഗ് ഗിയറിലുണ്ടായ തകരാറോ അതോ സാങ്കേതികമായ മറ്റെന്തെങ്കിലും പിഴവോ ആകാം ഇതിനു പിന്നിലെന്ന് കരുതപ്പെടുന്നു. വിമാനം റൺവേയിൽ നിന്ന് തെന്നി മാറുകയും ഘടനയ്ക്ക് മാരകമായ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ആശ്വാസകരമായ കാര്യം പൈലറ്റ് അത്ഭുതകരമായി പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നതാണ്. വിമാനം നഷ്ടപ്പെട്ടാലും പൈലറ്റിന്റെ ജീവൻ സുരക്ഷിതമായത് വ്യോമസേനയെ സംബന്ധിച്ച് ആശ്വാസമാണ്. നീണ്ട 2 പതിറ്റാണ്ടിലേറെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് തേജസ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായത്. അപകടങ്ങൾ വളരെ കുറഞ്ഞ വിമാനമെന്ന ഖ്യാതി ആദ്യകാലങ്ങളിൽ തേജസിനുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിതി മാറുകയാണ്. 2024 മാർച്ചിൽ ജയ്സാൽമീറിലുണ്ടായ ആദ്യ അപകടവും തുടർന്ന് കഴിഞ്ഞ വർഷം നവംബറിൽ ദുബായിലുണ്ടായ ദൗർഭാഗ്യകരമായ തകർച്ചയും ഇപ്പോൾ ഈ ലാൻഡിംഗ് അപകടവും ചേർത്ത് വായിക്കുമ്പോൾ ചില ഗൗരവകരമായ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. വിമാനത്തിൻ്റെ ഡിസൈനിലാണോ അതോ മെയിൻ്റനൻസിലാണോ പിഴവ് സംഭവിക്കുന്നത്? ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഈ യുദ്ധവിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വീണ്ടും കർശനമായി പരിശോധിക്കേണ്ട സമയമായിരിക്കുകയാണ്. ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ പഴയ മിഗ് വിമാനങ്ങൾക്ക് പകരമായി തേജസിനെയാണ് കാണുന്നത്. 100 കണക്കിന് തേജസ് MK-1A വിമാനങ്ങൾക്കായി രാജ്യം ഓർഡർ നൽകിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഓരോ അപകടവും വരാനിരിക്കുന്ന വലിയ കരാറുകളെയും ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തെയും ബാധിച്ചേക്കാം. നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഒരു കോർട്ട് ഓഫ് എൻക്വയറിക്ക് ഉത്തരവിട്ടിട്ടുണ്ട്. വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നതിലൂടെ മാത്രമേ ലാൻഡിംഗ് സമയത്ത് സംഭവിച്ച കൃത്യമായ പാളിച്ച എന്താണെന്ന് വ്യക്തമാകൂ. യുദ്ധവിമാനങ്ങളുടെ ലോകത്ത് അപകടങ്ങൾ തികച്ചും അപ്രതീക്ഷിതമാണ്. എങ്കിലും നമ്മുടെ സൈനികരുടെ ജീവനും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന വിമാനങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരുന്നതോടെ കൂടുതൽ വ്യക്തത ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ പ്രതിരോധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.